ഹുക്കുമുകളും അതേപോലെ ഈ മ്യൂസിക്കിൻ്റെ ഈ രീതികളെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ പുതിയ കാലത്ത് പുതിയതായിട്ടുള്ള പാട്ടുകളും അതിൻ്റേതായിട്ടുള്ള രീതികളും കാര്യങ്ങളൊക്കെ മാറി മാറി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ പാട്ടിലൂടെയും സൂഫിസത്തിൻ്റെ ആയിട്ടുള്ള ആശയങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പല തരത്തിലുള്ള ആശയങ്ങളും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പം പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ആണെന്നുണ്ടെങ്കിലും അതല്ലെങ്കിൽ പാട്ടിൻ്റെ ലോകമാണെന്നുണ്ടെങ്കിലും അതല്ലെങ്കിൽ നോർമലി നടക്കുന്ന കൺസേർട്ടുകളുടെ രൂപത്തിലും ഭാവത്തിലും ഒക്കെ പുതിയ പുതിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പണ്ടത്തെ ഗാനമേളയുടെ സെറ്റപ്പ് അല്ല ഇന്നത്തെ ഗാനമേളയുടെ ഒരു സെറ്റപ്പും കാര്യങ്ങളും, പണ്ടത്തെ കൺസേർട്ടുകൾ പോലെയല്ല ഇപ്പോഴുള്ളൊരു കൺസേർട്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ പൊതുവെ എല്ലാ കാര്യങ്ങളിലും ഇങ്ങനൊരു എന്താ പറയുക, കാലത്തിനനുസരിച്ചുള്ള മാറ്റം നമുക്ക് പ്രകടമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ലിബറൽ ചിന്താഗതികളാണെങ്കിലും അത് ഒരു ഭാഗത്തുകൂടെ അങ്ങനെ വരുന്നുണ്ട്, റീലുകളായിട്ട് അതല്ലെങ്കിൽ ഇൻ്റർവ്യൂസ് ആയിട്ട്. ഇപ്പോൾ മൈത്രേൻ്റെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതല്ലെങ്കിൽ വേറെ ചില ചിന്താഗതികളും കാര്യങ്ങളും അവരുടേതായ രൂപത്തിൽ വരുന്നുണ്ട്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പം പൊതുവെ ഇപ്പോൾ ഈ ഒരു കുറച്ച് കാലമായിട്ട് വരുന്നൊരു കാര്യം, നവസൂഫിസത്തിൻ്റെ ഒരു എന്താ പറയുക ഭയങ്കരമായ കടന്നുകയറ്റം വരുന്നുണ്ട്, ഇത് അപകടകരമാണ് എന്നൊക്കെയുള്ള രൂപത്തിൽ ഒരു വാദം വരുന്നുണ്ട്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഒരുപാട് അടരുകളുണ്ട് സുഹൈലിൻ്റെ ക്വസ്റ്റ്യൻസിന്. അത് ഒന്ന് നമ്മൾ കേൾക്കാൻ വരുന്ന ഈ പറഞ്ഞ പോലെ പുതിയ തലമുറയിലുള്ള ആളുകൾ കേവല ആസ്വാദനം എന്നുള്ള നിലക്ക് വരികയും പാട്ട് കേൾക്കുകയും മറ്റൊരുപാട് പാട്ടുകളെ പോലെ കേൾക്കുകയും ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ ഒരു അർത്ഥവിചാരത്തിൽ ഈ ഒരു കാര്യത്തെ കൺവേ ചെയ്യണം എന്നുള്ള അർത്ഥത്തിൽ പാടുന്ന ഒരു എളിയ ഗായകനായതുകൊണ്ട് ആ രീതിയിലും ആളുകൾ നമ്മൾ കേൾക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ പലരും നമ്മളെ അടുത്ത് വരാറുണ്ട്. നിങ്ങൾ പറയുന്ന പോലെ നമ്മളാരും പറയുന്നത് കേട്ടിട്ടില്ലല്ലോ ദൈവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ആത്മീയതയെക്കുറിച്ച് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പല ആളുകളും വരാറുണ്ട്. അത് ആ പുതിയ തലമുറയിലുള്ള ആളുകളുടെ ഒരു ചിന്താശേഷിയും ചിന്തനശേഷിയുമാണ് അതിൻ്റെ ഒരു നിദർശനമായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. ഇപ്പോൾ രണ്ടർത്ഥത്തിൽ പോകുന്നു. ഒരു മനുഷ്യൻ എന്താണ് പണ്ട് തൊട്ടേ ലോകത്ത് ചിന്തിക്കുന്ന മനുഷ്യന്മാർ പിന്നെ അവരുടെ ഉള്ളിൽ വരുന്ന ചോദ്യങ്ങളാണല്ലോ, ഞാൻ ആരാണ്, ഞാൻ എവിടുന്നാണ് വരുന്നത്, ഞാൻ എന്താ സാധനം. ചില ആളുകൾക്ക് അതിൻ്റെ ഒരു മതത്തിൻ്റെ ഒരു ബാഹ്യ തലത്തിൽ തന്നെ അതിന് ഉത്തരം കിട്ടും, അവരവിടെ നിൽക്കും. ചില ആളുകൾ പിന്നെയും ചിന്തിക്കും, ഇപ്പോഴത്തെ കുട്ടികൾ കൂടുതൽ ചിന്തിക്കും. കാരണം ആ രീതിയിലാണ് ഇപ്പോൾ വരുന്ന മതപ്രബോധനം എന്ന് പറയപ്പെടുന്ന പല ഉപദേശങ്ങളിലും മറ്റുമൊക്കെ അവർക്ക് അസ്വസ്ഥതയും ഭാരവും ഉണ്ടാക്കുന്ന കാര്യങ്ങളിലാണ്. ഇതിനൊരു ഭംഗിയുള്ളൊരു കാര്യമായിട്ട് അവതരിപ്പിക്കുന്ന രീതിയില്ല. മാത്രമല്ല പേടിപ്പിക്കുന്ന ഒരു പടച്ചവനെ കുറിച്ചാണ്. അപ്പോൾ ചില ആളുകൾ അപ്പോൾ ഈ രണ്ട് രീതിയിൽ, ഒന്നൊരു അൾട്രാ ലിബറൽ എന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങനെ ആളുകൾ പോകും. ചില ആളുകൾ നമ്മളടുത്തും വരും. ഇതെന്താണ്, രണ്ട് തരത്തിലുള്ള മനുഷ്യൻ്റെ തന്നെ രണ്ട് രീതിയാണ്. മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഒരു കലാപരം എന്നും ആത്മീയമെന്നും ഒരു ഈസ്തറ്റിക് സെൻസ് എന്നും സ്പിരിച്വൽ എന്നും പറയാവുന്നൊരു രീതിയുണ്ട്. അതോടൊപ്പം മനുഷ്യനൊരു ഭൗതിക രാസവസ്തുക്കളുടെ ഒരു സംഘാതവും പരിണമിച്ചു വന്നൊരു ഒരു ജൈവവസ്തു എന്നുള്ള നിലക്ക് അങ്ങനെയുണ്ടല്ലോ, ആശയവും ചിന്തയും വികാരവിചാരങ്ങളൊക്കെയും കെമിക്കൽ ചേഞ്ചാണെന്നുള്ള രീതിയിൽ പോകുന്ന, അതിൽ സമ്പൂർണ്ണമായിട്ട് അങ്ങനെ പോകുന്നവരുണ്ട്. അപ്പോൾ അതിൽ പോയാലും ചില ആളുകൾക്കൊരു മടുപ്പ് വരും. ഇതിൽ അങ്ങോട്ട് ആവുന്നില്ല, മനുഷ്യൻ്റെ ഒരു വ്യത്യസ്തതയെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ആധിയിൽ നമ്മുടെ അടുത്ത് ആൾക്കാർ വരാറുണ്ട്. നമ്മുടെ പാട്ടുകൾ തന്നെയാണ്, പാട്ടും വർത്തമാനങ്ങളും കേട്ട് വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ മൈത്രേയൻ അവരൊക്കെ പറഞ്ഞു, അതും വളരെ ക്ലാരിറ്റി ഉള്ള മൈത്രേയൻ്റെയൊക്കെ സംസാരം. എനിക്ക് എന്തൊരു രസമാണ് അദ്ദേഹത്തിൻ്റെ ഞാൻ പറയുന്നത്, അത്രയും ക്ലാരിറ്റിയിൽ വാക്കുകളെപ്പോലും സൂക്ഷ്മമായി ഉപയോഗിച്ചുകൊണ്ട്. ചില ആളുകൾക്ക് ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നല്ല ഞാൻ പറയുന്നത് ഓരോ സമയവും തൻ്റെ ഈ സംഹിതയുടെ താൻ വിശ്വസിക്കുന്ന എന്ന് പറയാൻ പറ്റില്ല, കാരണം അദ്ദേഹം തന്നെ പറഞ്ഞു വിശ്വസിക്കല്ല, ഞാൻ അറിയുന്ന തനിക്കറിയുന്ന തൻ്റെ ആ ഒരു ദർശന സംഹിതയ്ക്ക് പുറത്തു പോകുന്നു, താൻ മുർത്തദ്ദാകുമോ എന്ന് വാക്കുകളിൽ പോലും സൂക്ഷിക്കുന്ന ഒരു അവിശ്വാസി പുരോഹിതനാണ് ശരിക്കും മൈത്രേയൻ. കാരണം അദ്ദേഹം ഇസ്തിലാഹുകൾ മീൻസ് സാങ്കേതിക പദങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായത്, എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു അല്ലേ എന്ന് ഹാഷ്മി ചോദിക്കുമ്പോൾ അല്ല, ഞാൻ അറിയുന്നു എന്ന് പറയുന്നത്. അത് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖൂദൻ എന്ന് പറഞ്ഞ മാതിരി അദ്ദേഹം ഏത് സമയവും ഈ ഖിയാമം വഖൂദൻ വഅല ജുനൂബിഹിം ഇതന്നെയാണ് അദ്ദേഹം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് മനുഷ്യൻ? അദ്ദേഹത്തിൻ്റെ പുസ്തകമൊക്കെ ഉണ്ടല്ലോ, വാദഗതി മുന്നോട്ട് വെക്കുന്ന സമയത്ത് പോലും. അതുകൊണ്ട് വാദഗതി ആ സിസ്റ്റത്തിനകത്ത് ടൈറ്റ് തന്നെയാണ്, അതില്ല എന്ന് പറയാൻ പറ്റില്ല, വളരെ ലോജിക്കലായിട്ടുള്ളതാണ്. ഒരിക്കലും നമുക്കതിനെ പിന്നെ ഇങ്ങനെയുണ്ട്
ഒരു വിശ്വാസം ഒരു വിശ്വാസം എന്നല്ല അദ്ദേഹത്തിന് ഒരറിവ് താൻ അറിഞ്ഞ് അതിൻ്റെ സമ്പൂർത്തീകരണത്തിൽ എത്തി എന്നൊരാൾ വിചാരിച്ച് കഴിയുന്നവർക്കുള്ളതല്ല നമ്മൾ പറയുന്നത്. അത് വിചാരിച്ച് കഴിഞ്ഞാൽ അതും മതമായി, മതത്തിൻ്റെ അതേ ഭാഷയാണത് ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ വിശ്വസിക്കുന്നവർ മണ്ടന്മാരാണോ? യെസ്, മണ്ടന്മാരാണെന്ന് പറഞ്ഞാൽ യഖീനാണ് അദ്ദേഹത്തിന്. ഒരു ഈമാനിയായ ഒരു യഖീൻ ഉണ്ടല്ലോ. ആ യഖീന് ഒരു ബോധപ്രകാശത്തിൻ്റെയും സൂഫിസത്തിൻ്റെയും ഭാഗത്തുള്ള അർത്ഥമല്ല ഒരു മതബാഹ്യത്തിലുള്ളത്. യഖീൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞില്ല അപ്പുറത്തേക്ക് ഇനി ഒന്നുമില്ല എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ, ഒരു മതഭാഷയാണ് ശരിക്ക്. അപ്പോൾ എനിക്കത് രണ്ട് മതത്തിൽപ്പെട്ട ആൾക്കാരുള്ളൊരു സംവാദം പോലെ എനിക്ക് തോന്നി. ഇതിനപ്പുറത്തേക്കും വളരെ അശാസ്ത്രീയവും സൗന്ദര്യാത്മകവുമായ തലത്തിലേക്ക് ഇനിയും പോകേണ്ടതുണ്ട് എന്ന് പറയുന്നവർക്കുള്ളതാണ് നമ്മൾ പറയുന്നത്. നേരെ മറിച്ച് ആ പോക്കും ഒരു ഭ്രംശമാണ്. അതും വെറുതെ മനുഷ്യൻ്റെ സാമൂഹിക ബോധത്തിൽ നിന്ന് മനുഷ്യനെ വിരപിടിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ മനുഷ്യന് നിലനിന്ന് പോകാൻ വേണ്ടിയോ ഇണയെ ആകർഷിക്കാൻ വേണ്ടിയോ ഒക്കെ ഉണ്ടാകുന്നതാണ് ഈ സൗന്ദര്യാത്മക നോട്ടവും കവിതയും ആത്മാവിനെക്കുറിച്ചുള്ളതെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അതൊക്കെ അവരുടെ ഈമാൻ കാര്യങ്ങളാണ്. അതിലപ്പുറത്തൊന്നും അത് അതേ ഉള്ളു എന്ന് പറയുമല്ലോ അദ്ദേഹം. അത് വളരെ നല്ല വളരെ യഖീനിൻ്റെ വർത്തമാനമാണ്. അതേ ഉള്ളു എന്ന് പറഞ്ഞാൽ പിന്നെ ഇനി അതാണ് എൻ്റെ ഗ്രന്ഥം, ഇതിനെ അപ്പുറത്തില്ല എന്നുള്ളതിൻ്റെ വേറൊരു ഭാഷയല്ലേ അത്. പക്ഷേ അതോടൊപ്പം ആ ഒരു ആളുകളെ അതിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ടെന്ന്, അതിലേക്ക് എത്തണം മനുഷ്യൻ. അതിലേക്ക് എത്തുന്ന ആളുകളൊക്കെ അതിലേക്ക് എത്തട്ടെ. അതിലേക്ക് എത്തിയിട്ട് പിന്നെ ഒരു മടുപ്പാർക്കെങ്കിലും വരികയാണെങ്കിൽ അല്ലേ, അതിൽ നിന്നും എൻ്റെ ചോദ്യങ്ങൾക്കൊന്നും ഒരു ഉത്തരമാകുന്നില്ലല്ലോ എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ പറയുന്നതിലേക്ക് വരട്ടെ. വളരെ ശാസ്ത്രം കൊണ്ട് വിശദീകരിക്കാനാവാത്തതും അല്ലെങ്കിൽ ഇവരുടെ അർത്ഥത്തിൽ വെറുതെ ആനുഭൂതികമായി തോന്നുന്നതും എന്നൊക്കെ പറയുന്ന ഇതിലേക്ക് വരട്ടെ. അപ്പോൾ നമുക്കും പറയാനുള്ളത് അതുകൊണ്ട് അതിൽ ആറാടുന്നവരോടല്ല നമുക്ക് പറയാനുള്ളത്, അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നവരോടെ നമുക്ക് സംസാരമുള്ളൂ. അല്ലാത്തവരുടെ നമ്മൾ വളരെ ബഹുമാനപൂർവ്വം കേൾക്കും. അപ്പോൾ ഞാൻ അതിനിടയിൽ നിങ്ങൾ മൈത്രി ആ വാക്ക് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാനും ഐ ലൈക്ക് ഹിം വെരി മച്ച്. പിന്നെ കാരണം ഇതിപ്പോൾ ഒരു MDM എന്താണ് ആദ്യ സാധനത്തിൻ്റെ പേര്? MDM അത് രാസവസ്തുവാണല്ലോ എന്ന് പറയും. പിന്നെ അത് കെമിക്കലാണെന്ന് പറയുന്ന സമയത്ത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ വെള്ളമോ അത് H2O കെമിക്കലല്ല. അപ്പോൾ അദ്ദേഹവും കെമിക്കലാണല്ലോ, ഞാനും കെമിക്കലാണ്. എന്നിൽ നിന്ന് വരുന്ന അങ്ങനെ എൻ്റെ വിചാരങ്ങളും ചോദ്യങ്ങളും അതിൽ നിന്ന് വരുന്ന ഉത്തരവും ഒക്കെ കെമിക്കൽ ചേഞ്ചാണ്. അപ്പോൾ പിന്നെ അവിടെ വന്നിരിക്കേണ്ട ഒന്നും അർത്ഥമില്ല. വരച്ച് വെച്ച പെയിൻറ്റിങ് പോലും ശരിക്കും കെമിക്കലാണ് ആണ്. അപ്പോൾ അത് ഒക്കെ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഒരു നമ്മളേതൊരു മതത്തിൻ്റെ ബാഹ്യതലത്തെയാണോ എതിർത്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ തന്നെ അതേ ഭാഷയും ഭാഷണവും തന്നെയാണത് എന്നാണ് നമ്മളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പറഞ്ഞ നവസൂഫിസം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ അത് അവർ പറഞ്ഞതാണ്. നല്ലൊരു രസമുള്ളൊരു വാചകവുമാണ് നവസൂഫിസം. അത് ആളുകളെ വഴിതെറ്റിക്കുന്നു. ആ വിമർശനവും ആത്മാർത്ഥതയുടെ പുറത്ത് തന്നെയാണ്. കാരണം അതിൻ്റെ ഒരു ഇതൊക്കെ ഞാൻ കണ്ടിരുന്നു. പിന്നെ അപ്പോൾ അവർ നമ്മുടെ പേരൊന്നും പറയുന്നില്ല, പക്ഷെ പേര് പറയുന്നത് നമുക്കിഷ്ടമാണ്, നമുക്ക് അതിലൊക്കെ സന്തോഷമേ ഉള്ളൂ. കാരണം പ്രത്യേകിച്ച് പിന്നെ ഒരു മുസ്തഫ തൻവീർ എന്ന് പറയുന്ന ആളുടെ അതൊക്കെ നല്ല വിമർശനങ്ങളാണ്. കാരണം പിന്നെ പരിഹാസമില്ല, പരിഹാസോക്തികളില്ല, ഗുണകാംക്ഷയോടെയാണ് പറയുന്നത്. അങ്ങനെ തന്നെയാണല്ലോ ശരിക്കും ഞാൻ മനസ്സിലാക്കേണ്ടത്. വേറെ മറ്റ് ഒരുപാട് മതപണ്ഡിതന്മാരുടെ വേറെ വിമർശനവും വന്നിരുന്നു, ഒട്ടും ഗുണകാംക്ഷയില്ലാത്തത്. സംഗീതത്തെ പറ്റി തന്നെ വേറെ ആളുകളുടെ ഇത് വന്നിട്ടുണ്ട്. പങ്കുദാസിൻ്റെ പാട്ട് കേട്ടിട്ട് ആരെങ്കിലും നന്നായിട്ടുണ്ടോ, ഡും ഡും എന്ന് മുട്ടിയിട്ട് ആരെങ്കിലും നന്നായിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു പരിഹാസോക്തി ഒട്ടുമില്ലാത്ത, അദ്ദേഹം തന്നെ ആ ഇതിൽ പറയുന്നത് ഗുണകാംക്ഷ കൊണ്ടാണ് പറയുന്നത്. മനുഷ്യർ സത്യസന്ധമായിട്ടൊരു കാര്യം ഗുണകാംക്ഷയോടുകൂടി പറയുന്നത് നമ്മളതിനെ അങ്ങനെ തന്നെ ഉൾക്കൊള്ളണം. നമുക്കതിനോട് ഡിബേറ്റ് ഉണ്ടാവാം, പക്ഷേ അതിൻ്റെ ആത്മാർത്ഥതയെ നമ്മൾ ഉൾക്കൊള്ളണം. പിന്നെ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനെതിരെയുള്ള വിമർശനങ്ങൾ വന്നിരുന്നത് സലഫിസത്തെ പ്രതിയാണ് അല്ലേ. സലഫിസ് അങ്ങനെയൊക്കെ പറയുന്നുള്ളത്. പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ ഞാൻ പാടിക്കൊണ്ടിരിക്കുന്നതും പറയുന്നതൊക്കെ പറഞ്ഞാൽ സലഫികൾ മാത്രമല്ല, ഇവിടുത്തെ സാമ്പ്രദായികമായിട്ടുള്ള മറ്റാളുകളൊക്കെയും മറ്റ് സംഘടനകളിൽപ്പെട്ടവരും സുന്നികളെന്ന് പറയപ്പെടുന്നവരൊക്കെ ഒരു ഘട്ടം കഴിഞ്ഞാൽ എതിർക്കാത്തവർ എല്ലാറ്റിലും ഉണ്ടാവും. അപാര റേഞ്ചുള്ള ജ്ഞാനാന്വേഷികളുണ്ടാവും. എന്നാൽ നോക്കട്ടെ എന്നുള്ള നിലക്ക് ആലോചിച്ചും ചിന്തിച്ചും പോകുന്നവർ അവരല്ലാത്തവരൊക്കെ എതിർക്കും. ഇദ്ദേഹം ചിലപ്പോൾ സലഫി ആ ഒരു ട്രഡീഷനിൽ വരുന്നവർ ആയതുകൊണ്ടായിരിക്കും എതിർക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ എതിർപ്പിൽ കാര്യമില്ല.
അതോടൊപ്പം അദ്ദേഹം പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ആ സിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ട് പ്രമാണത്തെ സമീപിക്കേണ്ട രീതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആണ് വരുന്നത്. ഞാനതിൽ പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട് കേട്ടോ. ഈ നമ്മൾ കൊണ്ടുവരുന്ന ഇവരുടെ ആശയങ്ങൾ തീർത്തും വിരുദ്ധമായ, ഇതുവരെ ആരും പറയാത്ത, അല്ലെങ്കിൽ പൂർവ്വസൂരികളായ സൂഫികൾ എന്നറിയപ്പെടുന്നവർ പോലും പറയാത്ത കാര്യങ്ങളാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതിനകത്ത്. മറ്റ് ദർശനങ്ങളുമായിട്ട് കൂടിക്കലർന്നുകൊണ്ടും ഒക്കെ സർവമത സത്യവാദമൊക്കെയാണ് അത്തരം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയും. അനൽ ഹക്ക് എന്ന് പറയുന്നതും അദ്വൈതവും തമ്മിൽ എന്ത് വ്യത്യാസം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് അപ്പം അതിനകത്ത് ആ പ്രമാണത്തെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ആദ്യമേ ആ ഒരു പ്രമാണം അതിൽ നിന്ന്, കാരണം പ്രവാചകൻ ആണ് വിശ്വഗുരു, അദ്ദേഹം പഠിപ്പിച്ചാണ്. ഞാൻ പറയുന്നത് ഈ നമ്മളെന്തായാലും ആ അർത്ഥത്തിൽ പ്രമാണത്തിൻ്റെ ആളുകളല്ല, നമ്മൾ പ്രണയപ്രയാണത്തിൻ്റെ ആളുകളാണ്. ഒരു പ്രണയപ്രയാണത്തിൻ്റെ ഒരു വഴിയായിട്ട് പ്രമാണത്തെ സമീപിക്കുമ്പോൾ ഉള്ളിൽ എന്താണോ തെളിയുന്നത്, അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. ഇത് പ്രമാണത്തെ സമീപിച്ച് ആ പ്രമാണം നമുക്കുണ്ടല്ലോ എന്ന് പറഞ്ഞ ഒരൊറ്റ ഏക പ്രമാണത്തിൻ്റെ, അല്ലെങ്കിൽ അവർ ഖുർആനും ഹദീസും എന്നൊക്കെ പറയുമല്ലോ, ഈ പ്രമാണത്തിൻ്റെ പേരിൽ ഒരു കുഞ്ഞു കാലത്തിൽ തന്നെ എത്ര സെക്റ്റുകളാണ് അവരായിട്ടുള്ളത്. അവർക്കെല്ലാവർക്കും ഒരേ പ്രമാണം തന്നെ. അപ്പം അവർ പറയും പ്രമാണത്തെ ഞാൻ സമീപിക്കുന്ന രീതിയാണ്. പ്രമാണത്തെ സമീപിക്കേണ്ടത് എങ്ങനെയെന്നാണല്ലോ ഓരോ സെക്റ്റുകളുള്ള സ്റ്റേജിലെ ഈ എന്താ പറയുക പ്രതിവാദങ്ങളുടെ വിഷയത്തിൻ്റെ അതിൻ്റെ ക്വിൻ്റസെൻസ് എന്താണ്? നിങ്ങൾ പ്രമാണത്തെ ശരിയായ വിധം വ്യാഖ്യാനിക്കുന്നില്ല, ഞങ്ങളാണ്. അടുത്ത സെക്റ്റ് വരുന്നു, അല്ല ഞങ്ങളാണ്. അപ്പോൾ ശരിക്കും ഒരു പ്രമാണത്തെ ഞാൻ നിങ്ങളിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ ഞാൻ ആ പ്രമാണത്തെ അല്ല പഠിക്കുന്നത്, ഞാൻ നിങ്ങളെയാണ് പഠിക്കുന്നത്. ഞാൻ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്? അതൊരാളെ അങ്ങനെ സാധ്യമാവുള്ളൂ. ഒരാളെ പറ്റി ഇപ്പോൾ പ്രവാചകരെക്കുറിച്ച് ഒരാൾ പഠിക്കുമ്പോൾ ആ പ്രവാചകനിൽ നിന്നൊരാൾ പകർത്തി വെച്ചതിനെ പഠിക്കുമ്പോൾ ആ പകർത്തി വെച്ച ആളെയാണ് പഠിക്കുന്നത്. കാരണം എന്നിൽ നിന്ന് നിങ്ങളൊരു കാര്യം പകർത്തി വയ്ക്കുമ്പോൾ, എന്നെക്കുറിച്ച് നിങ്ങളൊരു കാര്യം പഠിക്കുമ്പോൾ, ആ സമയം നിങ്ങളുടെ സന്ദർഭം ഏതാണ്, നിങ്ങളുടെ അറിവിൻ്റെ പരിപക്വതയും പാകതയും എത്രയാണ്, നിങ്ങൾക്ക് എന്നിൽ നിന്ന് കിട്ടേണ്ടത് എന്താണ്, അങ്ങനെ ഉണ്ടല്ലോ. നമുക്ക് കിട്ടേണ്ടതിനെ ചോദിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ. ഇതെല്ലാം കൂടി ചേർന്നതാണ് നിങ്ങൾക്ക് കിട്ടുക. എന്നിട്ട് നിങ്ങൾക്കത് മുഴുവനായിട്ട് മറ്റൊരാൾക്ക് പകർത്തി കൊടുക്കാൻ കഴിയുമോ? ഇല്ല, അത് കഴിയൂല. ഈ കഴിയൂല എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ ഒരുപാട് സാങ്കേതികതകൾ കൊണ്ട് മറികടക്കുക ചെയ്യുന്നത്. അങ്ങനെയല്ല, ഇതെല്ലാം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് ഇനി ഒന്നും നമുക്ക് പഠിക്കാനില്ലാത്ത വിധം അതത്രയും അതല്ല, അത് സമ്പൂർണ്ണത എന്ന ഭംഗിയെ കെടുത്തുന്ന വാചകമാണ്. അങ്ങനെയല്ല സമ്പൂർണ്ണത. അതുകൊണ്ടാണ് ഈ ഗുരുക്കന്മാർ എന്ന് പറയുന്ന, ജീവനുള്ള ഈ ഗുരുക്കന്മാർ എന്ന് പറയുന്ന കാര്യത്തിന് നമ്മുടെ ട്രഡീഷനിൽ തന്നെ ഉസ്താദിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നതും ഓൺലൈൻ വഴിയോ പുസ്തകങ്ങൾ വഴിയോ ഉള്ള പഠനങ്ങൾക്ക് ഏതൊരു പരിമിതിയാണ് ഉള്ളതെന്ന് ഇവർ തന്നെ ആശങ്കപ്പെടുത്തുന്നത് ഇതിൻ്റെ കുറവാണ്. ഇനി വേണ്ട, ഇനി സുഹൈൽ ഭായിയെ പറ്റി പറയുകയാണ്, എന്നാൽ ഞാൻ പറയാം, മുഴുവൻ പറയുമോ? ഇല്ലല്ലോ. അപ്പം നിങ്ങളെ എനിക്ക് മുഴുവനായിട്ട് കിട്ടൂല. നിങ്ങളെക്കുറിച്ച് അറിയാൻ എൻ്റെ ഏറ്റവും വലിയ സോഴ്സ് എന്താ? നിങ്ങളാണല്ലോ. അപ്പോൾ നിങ്ങളെപ്പറ്റിയൊരു പുസ്തകം എഴുതി മുഴുവൻ എഴുതൂ? ഇല്ലല്ലോ. അതിൽ എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളും പറയാൻ പറ്റാത്ത കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ പറയാൻ പറ്റാത്തതുണ്ടാകും. അപ്പോൾ നമ്മൾ അത്രയും വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുകളായതുകൊണ്ട് പറയേണ്ടതൊന്നും പറഞ്ഞതൊക്കെ ഉള്ളതായിരിക്കും തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇല്ലാത്തത് ഒരുപാടുണ്ടാവും. അതിനപ്പുറത്തേക്ക് ഒരു വാക്കിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ. അതെ. അതിനി അക്ഷരത്തിലാണെങ്കിലോ, ഈ അക്ഷരത്തിൽ നിന്ന് ഇല്ല എന്ന് ഒരു കാര്യം അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല. ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുക ഇല്ല എന്നാവും, ചിലപ്പോൾ ഇല്ല എന്നാവും, ചിലപ്പോൾ. പക്ഷെ ഭാഷയിൽ ഇല്ല എന്ന് തന്നെ പറയും. കാരണം അതിനകത്ത് മ്യൂസിക്കൽ നൊട്ടേഷനില്ലല്ലോ. നമുക്ക് ടോണോട് കൂടിയിട്ട് നമുക്കൊരു അക്ഷരത്തെയും വായിക്കാൻ പറ്റില്ല. അപ്പം നമ്മളൊരാളെ മനസ്സിലാക്കുമ്പോൾ ആ മനസ്സിലാക്കപ്പെടുന്ന ആൾ വിഘടിതനാണ്, അല്ലേ? സ്കാറ്റേഡായിട്ടുള്ള പലയിടങ്ങളിലും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ആ റസൂലിൽ നിങ്ങൾക്ക് ഉസ്വത്തുൻ ഹസന ഉണ്ട് എന്ന് പറയുന്നത്. ആരാണോ വായിക്കുന്നത് അവർക്ക് ഹസൻ ആകുന്ന ഒരു കാര്യം അതിനകത്തുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഈ പ്രമാണം എന്ന് പറയുമ്പോൾ പറയാം. അതല്ലെങ്കിൽ പിന്നെ എന്ത് വേണം എന്ന് വെച്ചാൽ, ഒരു കാര്യത്തിന് ഉത്തരമായിട്ട് പ്രമാണം അങ്ങോട്ട് സമർപ്പിക്കുമ്പോൾ തർക്കം തീരണം.
തർക്കം തീരാണോ കൂടുക ചെയ്യാറുള്ളത്? കൂടുതലേ ഒരു സംശയവുമില്ലല്ലോ, കൂടെ തന്നെ ചെയ്യുള്ളൂ. ഇനി ഇതിനെ ഏത് തരം സാങ്കേതികതകൾ കൊണ്ട് നമ്മൾ മറികടന്നാലും നമ്മുടെ ചോദ്യം ഒരു പ്രമാണം വെച്ചു, 2 പ്രമാണം വെച്ചു, അല്ലെങ്കിൽ പ്രാമാണികൻ എന്ന് പറയുന്ന ഒരാളെ കൊടുത്തു, അതോടുകൂടി പ്രശ്നങ്ങൾക്ക് തീരുമാനമാകുമോ എന്നാണ്. ഇനി ആകുമോ ഇല്ലേ എന്നാണെങ്കിലും, ആകും എന്നാണെങ്കിൽ അവർക്ക് അത് വിശദീകരിക്കാൻ ഒരു 10 ദിവസത്തെ പ്രഭാഷണ പരമ്പര വേണ്ടി വരും അല്ലേ, ഇതേ ഉള്ളൂ എന്ന് തെളിയിക്കാൻ. അപ്പോൾ ഇത് വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ പ്രമാണം എന്ന് പറയുന്നതിനോട് നമുക്ക് അങ്ങനെയുള്ളൂ. അതോടൊപ്പം ഇത് പറയുന്ന മറ്റൊരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ചില ട്രഡീഷനെ പറ്റിയൊക്കെ പഠിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. കലന്തരി ട്രഡീഷനുണ്ട്, ആ ട്രഡീഷനിൽ എങ്ങനെയുണ്ട് ചില ആളുകൾ നമ്മൾ ലൗകികമായി ചെയ്യേണ്ട, ഈ ശരീരം കൊണ്ട് ചെയ്യേണ്ട ഒരുപാട് കർമ്മങ്ങളുണ്ടല്ലോ, അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ മനുഷ്യൻ അവരിത് ഒഴിവാക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് ഉണ്ട്. ഏതൊരു കാര്യത്തിനും എക്സ്ട്രീമായിട്ടുള്ള വശങ്ങളും മധ്യമമായിട്ടുള്ള വശങ്ങളും അതിലേക്ക് തീരെ പോകാത്ത വശങ്ങളും വളരെ അതിൻ്റെ ഡ്രൈ ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷനും അതിൻ്റെ ആഴത്തിലുള്ള റെപ്രസെൻറ്റേഷനും ഒക്കെ ഒരു കാര്യത്തിലുണ്ടാവും. അതിൻ്റെ ഏറ്റവും വലിയ ഫലമാണ് ഈ പ്രമാണമാത്രവാദികൾ തന്നെ കുറഞ്ഞ കാലം കൊണ്ട് കുറയാവുന്നത് അല്ലേ. അപ്പം ഇത് പിന്നെന്താണെന്ന് വെച്ചാൽ ഇതൊരു അക്കാദമിക ഭാഷയല്ല സുഹൈൽ, ഇതിനൊരു കവിതയുടെ ഭാഷയാണ്. ഇതിനെ വേണമെങ്കിൽ വഴുതിമാറൽ എന്ന ആളുകൾക്ക് പറയാം. കാരണം അതുകൊണ്ട് തന്നെ ഒരു ഗണിതശാസ്ത്ര യുക്തിയിൽ എന്നാൽ വരൂ നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും നിന്നൊരു ചർച്ച പറഞ്ഞുകൊണ്ട് നമുക്ക് തീരുമാനമാക്കാം. ലോകത്തെ ഏതെങ്കിലും മതസംവാദങ്ങൾ മതത്തിനകത്തോ പുറത്തോ ഉള്ള ഒരു ടേബിളിന് അപ്പുറത്തോ ഇപ്പുറത്തോ ആക്കിയിട്ട് തീരുമാനമാക്കിയ ചരിത്രമുണ്ടോ? ഇല്ലല്ലോ. ഗുരു ഒരിക്കൽ പറയുന്നുണ്ട്, നിങ്ങളൊരാളോട് തർക്കിച്ച് ജയിക്കുന്ന സമയത്ത് അയാൾ നാരായണ ഗുരു പറയുന്നുണ്ട്, നിങ്ങളൊരാളോട് തർക്കിച്ച് ജയിക്കുന്ന സമയത്ത് അയാൾ നിങ്ങളെ ഉപേക്ഷിക്കുകയാണ് ചെയ്യണമെന്ന്. ഗുരു പറയാ വാദിക്കാനും ജയിക്കാനും അല്ല, അറിയാനും അറിയിക്കാനും വേണ്ടിയിട്ടാണെന്ന് പറയും. അതുതന്നെയാണ് ഞാനത് പറയാൻ നിൽക്കുകയായിരുന്നു. ആ കോട്ടിങ് അറിയാനും അറിയിക്കാനും ആണല്ലോ. പക്ഷെ തൻ്റെ അറിവിനെ ഏറ്റവും ഔദ്ധത്യ തലത്തിൽ പ്രതിഷ്ഠിച്ച് നിൽക്കുന്ന ഒരാൾക്ക് അയാൾ അറിവിൻ്റെ ആ ആത്മവിശ്വാസമായിട്ടാണ് അയാൾ നടക്കുന്നത്. അപ്പോൾ അതെവിടെയെങ്കിലും തകരുമ്പോൾ ചിലപ്പോൾ ദേഷ്യം വരും അല്ലേ. അത് അങ്ങനെയാണ് ഈ ഒരു അറിവിൻ്റെ അതുകൊണ്ടാണ് ഈ തർക്കവും ഇതൊക്കെ ഭയങ്കര തീക്ഷ്ണമായിട്ട് രൂപപ്പെടാനുള്ള കാരണം. കാരണം ഓരോരുത്തരും പക്ഷേ അതിൻ്റെ ഒന്നും ആത്മാർത്ഥതയെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. ഒരൊറ്റ അറിവിൻ്റെ പുറത്താണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രമാണത്തിൻ്റെ ഒരേ ഒരു സിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാർ തീർപ്പിലെത്തി ആടിനെ മേക്കാൻ പോകണു, കുറച്ചാൾ പൊട്ടിത്തെറിക്കാൻ പോകണു, കുറച്ചാൾ ജ്ഞാനസബര്യയിൽ അങ്ങനെ പോകണു, അക്കാദമിക അന്വേഷണങ്ങളായിട്ട് പോകുന്നു അല്ലേ. ഇതൊക്കെ ഒന്നിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിൽ അർത്ഥമില്ല. അത് കാലാകാലം ഉണ്ടാവും ചെയ്യും. ഇത് മനുഷ്യൻ്റെ ഒരു പ്രകൃതമാണ്. ഇങ്ങനെ ഒരു കാര്യത്തിൽ മനുഷ്യൻ്റെ ഇത് കാലാകാലം ലോകത്തെന്തെങ്കിലും ഇത് അവസാനിച്ചിട്ടുണ്ടോ ഈ സംവാദങ്ങൾ? പിന്നെ അതിലുണ്ടാവും ഒരു സംവാദത്തിൽ ഒരു ഭാഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് തോന്നും നന്നായിട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ മറ്റേ ആൾ യഥാർത്ഥത്തിൽ അയാൾ തോൽക്കുകയായിരുന്നു, ശരിക്കും മെയിൻ പോയിൻ്റ് ഇയാളുടെ കയ്യിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 2 ഭാഗത്തുണ്ടാകാം. 2 ഭാഗത്തുള്ള ആളുകൾക്ക് അവനവൻ്റെ ഇതായിട്ട് തോന്നും. ഇത് തോന്നുമെന്ന് പറഞ്ഞാൽ പോലും മനസ്സിലാവില്ല, ഒരിക്കലും തോന്നുന്നല്ല, അത് അദ്ദേഹം തന്നെയാണ് ജയിച്ചത്. ഇങ്ങനെ വരുത്. അത് നമ്മളും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സംഗതിയായിരുന്നു. വല്ലാത്തൊരു അത്ഭുതമാണല്ലോ ഇത്. അത് കുറേ കാലം കഴിഞ്ഞ് നമുക്ക് ശരിയെന്ന് തോന്നിയത് കുറേ കാലം കഴിഞ്ഞ് കേൾക്കുമ്പോൾ നമുക്കത് കൺവേ ചെയ്യൂല. ഇത് തെറ്റാണല്ലോ എന്ന് തോന്നും. ഒരു കാലത്ത് തെറ്റാണെന്ന് തോന്നി കുറേ കാലം കഴിഞ്ഞ് കേൾക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പഠിക്കപ്പെടുന്ന മനുഷ്യൻ വിഘടിതനാകുന്നു എന്ന് പറഞ്ഞല്ലോ. പല ആളുകൾ ഇങ്ങനെ തന്നെ. ഇപ്പോൾ ഒരു പുസ്തകം, ഇപ്പോൾ നമ്മൾക്കുള്ളൊരു പുസ്തകം വായിച്ചിട്ട് നമ്മളെ ഹൈലൈറ്റ് ചെയ്യുകയാണ് പോയിൻറ്റ്സ്. കുറേ കാലം കഴിഞ്ഞ് വായിക്കുമ്പോൾ തോന്നുന്നു എന്തിനാ ഇതൊക്കെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, വേറെ പോയിൻറ്റ്സ് ആയിരിക്കും തോന്നുന്നു. അങ്ങനെ തന്നെ മനുഷ്യരെ പഠിക്കുമ്പോഴൊക്കെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് പിന്നെ അതിലുള്ളൊരു വിമർശനം ഒന്ന് ഈ പറഞ്ഞ പോലെ പ്രമാണത്തിലേക്ക് വന്ന് അങ്ങനെ നോക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ പേരിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പോലും ആ ആത്മവിശ്വാസം ഉണ്ട്. ഇപ്പോൾ ഒരു വിമർശനത്തിൽ കേട്ടിരുന്നു, ഇതിപ്പോൾ ഉദാഹരണമായിട്ട് മുമ്പ് പലരും പറയാത്തതാണ് ഇവർ പറയുന്നത്. അബ്ദുൽ ഖാദർ ജീലാനി ആയാലും അദ്ദേഹം പറയുന്നത് മുഴുവൻ ശരിയെന്നല്ല. കാരണം അപ്പോഴത്തേക്ക് വേറൊരു സാധനം വരുന്നുണ്ട്. കാരണം അദ്ദേഹത്തെ ഇപ്പോൾ അംഗീകരിച്ചാൽ അപ്പോൾ പിന്നെ അതിനുള്ള വാദം ശരി തന്നെയാണല്ലോ. ഇപ്പോൾ ഇവർ പറയുക പരിശുദ്ധ റസൂലല്ലാത്ത ആരും, പക്ഷേ പരിശുദ്ധ റസൂലിനെ സമീപിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞത് അല്ലേ. പരിശുദ്ധ റസൂലിൻ്റെ എന്നെ സമീപിച്ചുകൊണ്ട്
ഒരു ഡിസ്കോഴ്സിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പരിണിത ഫലങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇതിനൊന്നും പരിഹാരമില്ല. ഇതിങ്ങനെയല്ല, ഇതിൻ്റെ കളി ഇങ്ങനെയല്ല, ഇതിൻ്റെ കളി വേറെയാണ്. അത് ഈ ഒരു കളി മടുത്താൽ മാത്രമേ ഈ കളിയിലേക്ക് വന്നിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഏതെങ്കിലും സമയത്ത് ഇങ്ങനെ മടുത്ത കുറേ കുട്ടികളുണ്ട്, മനസ്സിലായില്ലേ? ഇത് കേട്ടിട്ടും ഒരുപാട് പിന്നെ ഒരു മതത്തിൻ്റെ ബാഹ്യതലത്തിൽ നിന്നുകൊണ്ടുള്ള ഇനി എന്താണ് ഇവർക്കൊരു ബാഹ്യതലം, എന്താണ് ആന്തരിക തലം, ഇങ്ങനെയൊക്കെ ചർച്ച വരട്ടെ. പക്ഷേ ഇതിൻ്റെ കാര്യങ്ങളിൽ മടുത്തവർ, ഇതിൻ്റെ ചരിത്രങ്ങളെക്കുറിച്ചുള്ള വിമർശനങ്ങളിൽ മടുത്തവർ, അല്ലേ? പിന്നെ ഇതിൻ്റെ പരിശുദ്ധ പ്രവാചകൻ്റെ ജീവിതമായാലും ആ ജീവിതത്തെക്കുറിച്ചും അല്ലെങ്കിൽ അവിടുന്ന് ഇങ്ങനെ വരുന്ന ഈ ട്രഡീഷനിലൊക്കെ ഉള്ള പ്രശ്നങ്ങളെക്കുറിച്ചും തർക്കങ്ങളെക്കുറിച്ചും അവിടുത്തെ ജീവിതകാലത്ത് തന്നെ നടന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ ഇന്ന് ഒരുപാട് ചർച്ചകൾ ഇതിൻ്റെ പുറത്തുള്ള ആളുകൾ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനെ അവനൊക്കെ എന്തറിയാം, അവനൊക്കെ എന്ന് പറയുന്നതിന് പകരം ഇതിനെ കൃത്യമായി സമീപിച്ച് പഠിക്കുന്ന കുട്ടികൾ ഇതെന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്നറിയാൻ ഒക്കെ വരുമെന്നൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അവരെയാണ് നമുക്ക് വേണ്ടത്. ഇനി അതല്ല, ഈ പറയുന്ന ആളുകളുടെയൊന്നും ജീവിതങ്ങളിലോ അവരുടെ എന്താ പറയുക, അവരെ കൊണ്ടാർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ വിമർശനമൊക്കെ വന്ന് അപ്പോൾ അതിൽ പോകുന്ന ആളുകൾ അതിൽ പോകുന്നത് വളരെ നല്ലതാണ്. അത് കേട്ട് നമുക്ക് അവരോടൊന്നും എതിർപ്പോ അവരുണ്ടാകുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അവരുടെ വിമർശനങ്ങളാകട്ടെ നമുക്ക് അങ്ങേയറ്റം ഇഷ്ടവും. അപ്പോൾ അതൊക്കെ തന്നെ അങ്ങനെ നിലനിൽക്കട്ടെ, അത്രയേ ഉള്ളൂ. രണ്ട് സിസ്റ്റങ്ങളാണ്. പിന്നെ പറയുന്നത് ഇതിൽ നേരത്തെ പറഞ്ഞ ജ്ഞാനപരമായ അദ്വൈതം, വഹ്ദത്തുൽ വുജൂദ്, പിന്നെ ഹുലൂൽ, അവതാരം, ഇങ്ങനെയൊക്കെയുള്ള കുറേ ഇത് ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് ഇരുന്ന് പറയാൻ പറ്റിയതല്ല. പക്ഷേ എങ്കിൽ പോലും പിന്നെ വേറെ ട്രഡീഷനുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് വരുന്ന സമയത്ത് അങ്ങനെയുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇവർക്കിതെല്ലാം കൂടി ഒന്നാണ്. എല്ലാം കൂടി ഒന്നാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ലോകത്ത് അതുകൊണ്ടല്ലേ പല മനുഷ്യന്മാരുണ്ടായത്. പിന്നെ ഈ പൊരുളിനെക്കുറിച്ച്, സത്യത്തെക്കുറിച്ച് ഞാൻ ആരാണ് ഇങ്ങനെ അശാസ്ത്രീയമായ അശാസ്ത്രീയ ശാസ്ത്രം കൊണ്ട് വിശദീകരിക്കാൻ പറ്റാത്ത, ഇവർ പറയും ശാസ്ത്രവിശ്വാസികൾ ശാസ്ത്രം കൊണ്ടെല്ലാം വിശദീകരിക്കാൻ പറ്റുമെന്ന് പറയും. അത് ഈമാനാണ്. അതിപ്പോൾ നമ്മളവിടെ നിൽക്കട്ടെ. അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അതല്ലാത്ത രീതിയിൽ ഈ അന്വേഷണങ്ങളിലേക്ക് പോകുന്നത് കാലാകാലം ഒരേ അന്വേഷണമാണല്ലോ. ഇതിലൊരു സാമ്യത നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറയൂലേ, ഏകത്വം പൂർവ്വവേദങ്ങളിൽ അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. അതിപ്പോൾ രണ്ടും ഒന്നായിട്ടല്ല. നമ്മളൊരു ലക്ഷ്യം പല ഒന്നിനെക്കുറിച്ച് പല രീതി പറയുന്ന ആളുകളൊക്കെ ചിരിച്ചും ആലിംഗനം ചെയ്തും ഒന്നിച്ചിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ അപ്പോൾ ആ ഒരു സാമ്യത നമുക്ക് കാണാൻ പറ്റും. ആ സാമ്യത ചിലപ്പോൾ കറക്റ്റായിരിക്കും. ഒരേപോലെ പലയിടങ്ങളിലും ഈ സത്യം വിടർന്നിട്ടുണ്ട്. അത് നോക്കുമ്പോൾ അത് മനസ്സിലാവും. ഇപ്പം ഞാൻ വെറുതെ ഒരു കാര്യം പറയാം. ഇപ്പോൾ അദ്വൈതം വഹ്ദത്തുൽ വുജൂദ്, അദ്വൈതം തെറ്റ്, അത് തന്നെയല്ലേ വഹ്ദത്തുൽ വുജൂദ്. ഇങ്ങനെ ഒരു ഇക്വേഷൻ നടത്തുന്നതിന് പകരം ആദ്യം ഒന്ന് ഭാഷാപരമായിട്ട് സമീപിച്ചു നോക്കുക. അപ്പോൾ ഇത് വേറെ വിഷയമാണ്. പക്ഷേ സുഹേൽ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം, അദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടല്ലാത്തത് എന്താണെന്ന് പറയണില്ല. സൃഷ്ടിയെക്കുറിച്ചാണോ, സൃഷ്ടാവിനെക്കുറിച്ചാണോ, ദൈവത്തെക്കുറിച്ചാണോ, ആ ഭാഷയിൽ അതിൻ്റെ അർത്ഥം രണ്ടില്ല എന്നുള്ളതാണ്, അല്ലേ? രണ്ടില്ല എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ദൈവത്തെക്കുറിച്ചും പറയാം രണ്ടില്ല എന്ന് തന്നെയാണ്, അല്ലേ? ഇത്ര അതിലുണ്ട്. ഇനി ഇതിൻ്റെ പല വിശദീകരണങ്ങളാണ്. ഒരു അദ്വൈതം എന്നുള്ള വാക്ക് വേദാന്ത ദർശനത്തിനകത്ത് തന്നെ അതിലൊരുപാട് സംവാദങ്ങളുണ്ട്. അതിൽ തന്നെ വിശിഷ്ടാദ്വൈതം, ദ്വൈതം, വിശിഷ്ടാദ്വൈതം, ഇങ്ങനെയൊക്കെ അദ്വൈതത്തിൻ്റെ തന്നെ അതിൽ തന്നെ ഇപ്പോൾ ശങ്കരൻ്റെ അദ്വൈതം പറയുമ്പോൾ ശങ്കരൻ ഇത് തന്നെയാണോ പറഞ്ഞത്, ഇത് തന്നെയാണോ പറഞ്ഞത്, ഇങ്ങനെയൊക്കെ അതിലും സംവാദങ്ങളുണ്ട്. ഇതൊക്കെ ഒന്നിച്ചിങ്ങോട്ട് മനസ്സിലാക്കിയിട്ട് അതന്നെയല്ലേ ഇതെന്ന് ചോദിക്കുമ്പോൾ വഹ്ദത്തുൽ വുജൂദിനെ കുറിച്ചും അങ്ങനെ തന്നെയാണ്. ഇനി വഹ്ദത്തുൽ വുജൂദ് എന്ന് പറഞ്ഞാൽ അസ്തിത്വം ഒന്നേ ഉള്ളൂ എന്ന് തന്നെയാണ്. എന്താ അസ്തിത്വം ഒന്നേ ഉള്ളൂ? ഞാനൊരു കാര്യം ചോദിക്കാം സുഹൈലിൻ്റെ അടുത്ത്. അപ്പം ഞാനുണ്ടല്ലോ അവിടെ, സുഹൈലുണ്ട്, അല്ലേ? പക്ഷെ സ്ഥലത്തിനും കാലത്തിനും അകത്തും ഉള്ളത്. അപ്പോൾ നമ്മുടെ ആത്മനാഥനായ പൊരുളായിരിക്കുന്ന റബ്ബ് നമ്മളെ നിലനിർത്തിയിട്ടില്ലെങ്കിൽ നമ്മളുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇനി ഞാനൊരു മതത്തിൻ്റെ ബാഹ്യഭാഷയിൽ പറയാം. തസവുഫിന് ഇതിന് വേറെ ഭാഷയുണ്ട്, നമുക്ക് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി. അപ്പോൾ സൃഷ്ടാവായ അള്ളാഹു നമ്മെ നിലനിർത്തുന്നത് കൊണ്ട് നമ്മളുണ്ട്, ഇല്ലെങ്കിൽ ഞാനുമില്ല നീയുമില്ല. അവൻ നിലനിർത്തുന്നത് കൊണ്ട് ഉണ്ട്. അപ്പോൾ ഈ ഉണ്മയ്ക്കൊരു പേരുണ്ട് അതിന്, അഥവാ നശിക്കുന്ന, കാലത്തിനും സ്ഥലത്തിനും
അതിൻ്റെ അധീനതയിലുള്ള ഒരു ഉണ്മ, ആപേക്ഷികമായ ഉണ്മ. അവനെ അപേക്ഷിച്ചാണുള്ളത്, അല്ലാതെ ആത്യന്തികമായിട്ടില്ല. അപ്പോൾ അതിന് അദമിയായ ദാത്ത് എന്ന് പറയും. അഥവാ അദമിയായ കൂട്ടിനുള്ളിൽ ഖിദമിയത്തിൻ വിളക്ക് വെച്ച് വുജൂദിയത്തിൻ്റെ തെളിച്ചമേകി തന്നെ തന്നെ എന്നൊക്കെ ഉസ്താദിൻ്റെ പാട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് അദമിയായ ദാത്ത് അഥവാ നശിക്കുന്ന, ഞാൻ ഒരു ഏറ്റവും ചെറിയ അതിൻ്റെ ഏറ്റവും ബാഹ്യ മലയാളത്തിലാണ് പറയുന്നത്, അസ്തിത്വം എന്ന് പറയാം. എന്നാൽ പൊരുളായിരിക്കുന്ന അള്ളാഹുവിൻ്റെ അസ്തിത്വം അങ്ങനെയുള്ളതാണോ? അല്ല. അത് അനിവാര്യമാണ്. അതിന് കാലം വേണ്ട, സ്ഥലം വേണ്ട. കാലവും സ്ഥലമൊക്കെ അതിൽ നിന്ന് വന്നിട്ടുള്ള ആ ഒരു ഉണ്മ പരമമായ, അതിന് അറബിൽ വുജൂദിയായ ദാത്ത് എന്ന് പറയും. അനിവാര്യ അസ്തിത്വം, നമ്മുടേത് ആപേക്ഷിക അസ്തിത്വം, രണ്ടുണ്ട്. കാരണം ഞാനുള്ളത് കൊണ്ടാണല്ലോ നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ വുജൂദിയായ ദാത്ത് എത്രയേ ഉള്ളൂ? ഒന്നേ ഉള്ളൂ. വുജൂദിയായ ദാത്ത്, വുജൂദിയായ ദാത്തിൽ വഹദാനിയത്ത്, വഹദത്തുൽ വുജൂദ്, ഇത്രയേ ഉള്ളൂ. ഇതിന് പല രീതിയിലുള്ള ഇതുണ്ടാവും. അത് ചില ആളുകൾ ഉള്ളിൽ അനുഭവിക്കും. ഞാനില്ലല്ലോ ഞാനില്ലല്ലോ ഞാനില്ലല്ലോ. വലിയ ഒരു സബ്ജക്റ്റാണ് ഞാൻ പറയുന്നത്. എങ്കിലും ആർക്കെങ്കിലും കേട്ട്, അപ്പോൾ ഞാൻ അള്ളാഹു ആകുന്നു എന്ന് പറയുന്ന എല്ലാവരും, ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ജുബ്ബിയും ഇതൊക്കെ ഇട്ട് സുഹൈലിൻ്റെ മുമ്പിൽ ഇരിക്കണ ഞാനല്ല അത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, പ്രവാചകൻ പറഞ്ഞോ, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അത് മറ്റൊരു ചർച്ച. അത് ഞാനതിൻ്റെ ഒരാളിത് പറയുമ്പോൾ എന്താണ് ആ ജ്ഞാനതലത്തിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഞാൻ എന്ന് പറയുന്നത് ഈ ഒരു ശരീരത്തിലുള്ള ഞാനല്ല, ഞാനായിരിക്കുന്ന, കാലാകാലവും ഞാൻ എന്ന്, ഈ ഞാനുണ്ടാകുന്നതിന് മുമ്പും ഈ ഞാനില്ലാത്തതിന് ശേഷവും ഞാൻ ആയിരിക്കുന്നവനുണ്ടല്ലോ, ആ ഞാനെന്ന് പറയുന്നവൻ അതേ ഉള്ളൂ. ആ ഞാൻ ആരാണ്? ഇലാഹാകുന്നു. ലാ ഇലാഹ ഇല്ല അന, അനയല്ലാതെ ഒരു ഇലാഹ ഇല്ല. അപ്പോൾ ആ ആരാണ് അന? ഹക്കാണ് അന, അനൽ ഹക്ക്, ഉന്നതനായിരിക്കുന്ന ഹക്ക് തആലയാകുന്നു ആ ഞാൻ എന്ന് പറയും. പക്ഷേ ഇതൊരു കലയുടെയും കവിതയുടെയും ഭാഷയാണ്. മാതൃകയായിട്ട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാമെന്ന പ്രവാചകന്മാർക്ക് ആ ഭാഷ ഉണ്ടായിക്കൊള്ളുന്നില്ല. അതവരുടെ സമ്പൂർത്തീകരണം. അവർ ഈ ഭാഷയെയും വിട്ടുകിടന്ന ആളുകളാണ്. എന്നിട്ട് ഏതൊരു മനുഷ്യനും തങ്ങളുടെ ചിന്തനങ്ങളിലൂടെ ഈ കാര്യത്തിന് വേണ്ട വിത്ത് പാകിയ ആളുകളാണ്, അല്ലേ? അപ്പോൾ നല്ലൊരു പാട്ടുകാരൻ നല്ലൊരു ട്യൂട്ടർ ആവണമെന്നില്ല, പഠിപ്പിക്കൽ വേറെ ഫൻ തന്നെയാണ്, അല്ലേ? അപ്പോൾ ഇത് രണ്ടും ഒരുപോലെ ചേർന്ന ആളുകൾ എങ്ങനെ ഉണ്ടാവും? അത്തരത്തിലുള്ള ആളുകളാണ് ഈ അർത്ഥത്തിലുള്ള ഇർഷാദിൻ്റെ അല്ലെങ്കിൽ മുർഷിദാകാനുള്ള ആ യോഗ്യത സിദ്ധിച്ച പരിശുദ്ധ പ്രവാചകന്മാർ എന്ന് പറയുന്നത്, അല്ലേ? എങ്കിലും അവരുടെ വാക്കുകളിൽ നിന്ന്, അവരിലൂടെ വെളിപ്പെടുന്ന ദിവ്യവചനങ്ങളിൽ നിന്ന് പൊരുളറിഞ്ഞവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടെടുക്കാൻ പറ്റും. അപ്പോൾ ആ പ്രണയത്തിൻ്റെ ഉന്നതാവസ്ഥയിൽ ആളുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതിൻ്റെ പരിപൂർത്തിയിലേക്ക് നീ ഇത് ശരിക്കും അനുഭവിച്ചിട്ടാണോ ഇത് പറയുന്നത് എന്ന് ഹല്ലാജിനോട് ചോദിക്കുമ്പോൾ നാളെ കാണാമെന്ന് പറയും. നാളെ അദ്ദേഹത്തെ തൂക്കിലേറ്റ് കൊല്ലുകയാണ്. അപ്പോൾ ഇത് വേറൊരു ഭാഷയും വേറൊരു രീതിയുമാണ്. ഉള്ള ഭാഷ എന്താ പറയുക, ഒന്നുകിൽ അസഹനീയമോ, ഉള്ള ഭാഷയിൽ കറങ്ങിയുള്ള തളർച്ചയോ ഒക്കെ വരുന്ന സമയത്ത് പറയാനുള്ള കാര്യങ്ങളാണ്. അല്ല ഞാൻ അന റബ്ബുക്കുമല്ല അല്ല എന്നാവും, ഫിർഔനിൻ്റെ അനാകും, അല്ലേ? ഒക്കെ ഞാനാണ് എന്നുള്ളത്. മറ്റേത് നേരെ തിരിച്ചാണ്. ഞാൻ എന്ന് പറയാൻ എനിക്കകത്ത് എന്താ ഉള്ളത്, നീ അല്ലാതെ. അതൊരു കവിതയുടെ ഏറ്റവും ഉന്നതമായ, കാരണം കലയുടെ ഏറ്റവും ഉന്നതമായ അവസ്ഥയെ മതമായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട് ബെഗോവിച്ച്, അലീസ് ബെഗോവിച്ച്. മറ്റതിന് ശാസ്ത്രമായിട്ടും പരിണമിച്ചു വന്നൊരു മനുഷ്യനെ, ജൈവവസ്തുവായ ഒരു പരിണാമത്തിലൂടെ വന്ന കേവല ജൈവവസ്തുവായ ഒരു മനുഷ്യനൊരിക്കലും മൈക്കലാഞ്ചലോൻ്റെ ചിത്രം വരയ്ക്കാനാവില്ല എന്നും, സിസ്റ്റൈൻ പള്ളിമേടയിലെ ചിത്രങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല എന്നും പറയുന്നത്. കാരണം അത് ആ ഭാഗത്താണ് ഈ സ്പിരിച്വാലിറ്റി കിടക്കുന്നത്. യഥാർത്ഥത്തിൽ റിലീജിയോസിറ്റി എന്ന് പറയുന്ന മതാത്മകതയും അവിടെ തന്നെയാണ് ഉള്ളത്. പക്ഷേ അതിനേറ്റവും ആ കാവ്യാത്മകമായ ഭാഷയിലല്ലാതെ ഗണിതപരമായ ഒരു രീതിയിൽ കൊണ്ടുപോകുമ്പോഴാണ്. പക്ഷേ അതിൻ്റെ ആളുകളുണ്ടാവും. അപ്പോൾ അവരെ അത് തൃപ്തിപ്പെടുത്തട്ടെ. നമുക്ക് ആരോടും
വിരോധമോ തർക്കങ്ങൾ, ആത്മാർത്ഥതയുള്ള ഒരു മനുഷ്യനോട് നമുക്ക് തർക്കമില്ല. സത്യത്തിലേക്ക് പോകുന്ന അൽ ഹക്ക് എന്ന് പറയുന്നത് ദൈവമാണെങ്കിൽ അവനിലേക്ക് ആണല്ലോ ഈ പോകുന്നത്, അവനെയാണല്ലോ അന്വേഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് പ്രശ്നമല്ല. എല്ലാവരുടെ അന്വേഷണവും അവനാണെങ്കിൽ പ്രശ്നമില്ല. അവൻ ഇല്ല എന്ന് പറഞ്ഞാൽ അവനൊരു പ്രശ്നവുമില്ല. കാരണം ആത്മാർത്ഥമായിട്ട് അവൻ ഇല്ല എന്നാണല്ലോ പറയുന്നത്, അല്ലേ? ആത്മാർത്ഥത കൊണ്ടും ഇഷ്ടം കൊണ്ടുമാണ് ഇങ്ങനെ ഒരു ദൈവമാണെങ്കിൽ, കാരണം അയാൾ കേട്ട ദൈവം അങ്ങനെയാണെങ്കിൽ നീ ഇല്ല എന്നാണ്. അത് അള്ളാഹ്ക്ക് അത്രയും വലിയൊരു തമാശ വേറെ ഉണ്ടാവും. ഭയങ്കര ഇഷ്ടമായിരിക്കും അങ്ങനെയുള്ള ആളുകളോട്, അല്ലേ? ഇങ്ങോട്ട് വാ, ഞാൻ കാണിച്ചു തരാമെന്ന് തന്നെ പറയുള്ളൂ. കണ്ടാൽ ഭയങ്കര രസമായിരിക്കുമല്ലോ, കാരണം അത് ഇഷ്ടം കൊണ്ടാണല്ലോ പറയുന്നത്. അപ്പം നിഷേധം കൊണ്ടും അഹങ്കാരം കൊണ്ടും പറയുന്നതിനെയും ജ്ഞാനാന്വേഷണം കൊണ്ട് പറയുന്നതിനെയും രണ്ടായിട്ട് തന്നെ കാണും.